എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മുടെ ബഡ് റോസൽ നേഴ്സറി റോസകളിലൊക്കെ നല്ലവണ്ണം കട്ട കുത്തിപ്പൂക്കൾ ഉണ്ടാകാൻ സഹായിക്കുന്ന ഒരുപാട് ഫെർട്ടിലൈസർ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്തിട്ട് ഒരുപാട് റിസൾട്ട് ഉണ്ടെന്ന് കുറേ പേര് വാട്സാപ്പിൽ കമൻറ്റ് ചെയ്തിരുന്നു കേട്ടോ. ഇനി ഈ ഒരു റോസ് നോക്കി നേരത്തെ കാണിച്ച വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ റോസ ഇത്രയും പൂവുണ്ടായതിൻ്റെ ഒരു വളം ഞാൻ എല്ലുപൊടി, ഒരു കൈപിടി എല്ലുപൊടി, ഒരു കൈപിടി വേപ്പിൻ പിണ്ണാക്ക്, പിന്നെ അതുപോലെ തന്നെ ഒരു കൈപിടി ചാണകപ്പൊടി, മുട്ടത്തോടും ഉള്ളിത്തുണ്ടും നന്നായിട്ട് ഉണക്കി പൊടിച്ചുള്ള മിക്സ് ചെയ്ത് ആ പ്രൂണിങ്ങിന് ശേഷം വിട്ട് കൊടുത്തപ്പോഴാണ് ആ റോസയിലും ഈ റോസയിലും ഒക്കെ നല്ലവണ്ണം പൂക്കളുണ്ടായത്. അപ്പം ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ആ ആദ്യം കാണിച്ച റോസയെ എല്ലാം ഒന്ന് പ്രൂണിങ്ങിന് ശേഷം, അതായത് കുറച്ചുകൂടെ ഹാർഡ് പ്രൂണിങ് ആണ് ഞാൻ ഇന്ന് ചെയ്ത് കാണിക്കുന്നത്. അപ്പം അതിൽ പിന്നെയും നല്ലപോലെ പൂക്കൾ ഉണ്ടാകാനായിട്ട് നമുക്ക് വേറൊരു വളം ചെയ്ത് കൊടുക്കാം. അപ്പം ഓരോ ഫെർട്ടിലൈസറും മാറി മാറി ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ. ഇത് ഈ ഒരു റോസയാണ്, നല്ലപോലെ പൂക്കൾ ഉണ്ടാകും. 3-4 പ്രാവശ്യം പൂക്കൾ തന്ന റോസയാണ് കേട്ടോ. ഇങ്ങനെ ബുഷിയായിട്ട് തന്നെ നമുക്ക് ഇനിയും ഇതുപോലെ ഇതിലും കൂടുതൽ പൂക്കൾ ഉണ്ടാകാൻ വേണ്ടി ഞാൻ ഇന്ന് ചെയ്യുന്ന ഒരു വളം നിങ്ങൾ അത് അതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ടാണ് കേട്ടോ. അപ്പം വേണ്ടേ നമ്മുടെ ഈ ഒരു റോസ ഇത് കണ്ടോ, പൂക്കളെല്ലാം കരിഞ്ഞിട്ടുണ്ട്. അപ്പം നന്നായിട്ട് ഇങ്ങനെ കരിഞ്ഞു തുടങ്ങുന്ന, ഒരുപാട് കരിഞ്ഞ് ഉണങ്ങാൻ നിൽക്കേണ്ട, എന്നാലും എൻ്റെ കുറച്ചൊക്കെ കരിഞ്ഞ് കുറേ ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഒന്നിച്ച് പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഒരുപോലെ തന്നെ എല്ലാ സ്റ്റെമ്മിലും നിറയെ തളർപ്പ് വരുന്നു. ഇപ്പം തന്നെ തളർപ്പൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് പെട്ടെന്ന് വെട്ടി കൊടുക്കാതിരിക്കുന്നതാണ് പെട്ടെന്ന് തളർപ്പ് കയറി വരുന്നത്. അപ്പം നമ്മൾ പ്രത്യേകിച്ച് ഓർക്കുക, ഒരുപാട് കരിഞ്ഞിടം വരെ നിൽക്കേണ്ട. എന്നിട്ട് നമുക്ക് ഒരു ഏകദേശം ഒന്ന് വാടി തുടങ്ങുമ്പോൾ നമുക്ക് എല്ലാം ഒന്നിച്ച് പ്രൂൺ ചെയ്യാം. അതാണ് നല്ല റിസൾട്ട്. അപ്പം ബുഷിയായിട്ട് തന്നെ നമ്മുടെ റോസ വരും കേട്ടോ. ഇതുണ്ട് ഇന്നേരെ പൂക്കളാണെന്നൊക്കെ നിറച്ച് പൂക്കൾ തന്നൊരു റോസയാണ്. ഇപ്പം 5-ാമത്തെ തവണയാണ് എനിക്ക് തോന്നുന്നു ഈ റോസ ഇതുപോലെ പൂക്കൾ തരുന്നത്. ഓരോ പ്രാവശ്യവും അതിൻ്റെ ഇരട്ടി പൂക്കളാണ് എനിക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പം ഞാനിങ്ങനെ അത് കറക്റ്റ് രീതിയിൽ നമ്മൾ ചെയ്താൽ മാത്രമേ നമ്മുടെ നേഴ്സറി ബഡ് റോസൊക്കെ ഇതുപോലെ പൂക്കൾ തരത്തുള്ളൂ. ഒരു സ്റ്റെമ്മിൽ നിന്ന് തന്നെ 5-6 പൂക്കളൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ കറക്റ്റ് രീതിയിലുള്ള വളപ്രയോഗം ആവശ്യമാണ്. അതിനുള്ള നല്ലൊരു ഫെർട്ടിലൈസറാണ് ഞാൻ തയ്യാറാക്കി കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പ്രൂൺ ചെയ്യാം. 2 ഇല താത്തി വെച്ച് പ്രൂൺ ചെയ്യാം. നിങ്ങൾ നോക്കി ആ പൂവിൻ്റെ തൊട്ട് താഴെ പുതിയ തളർപ്പ് വരുന്നത്. അപ്പം നമ്മളിത് പ്രൂൺ ചെയ്തിരുന്നു കഴിഞ്ഞാൽ തളർപ്പ് പെട്ടെന്ന് കുറച്ച് കഴിയുമ്പോൾ മുരടിച്ച് പോകും കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഒന്നിച്ച് പ്രൂൺ ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ഒരുപോലെ തന്നെ എല്ലാ തളർപ്പുകളും വന്നിട്ട് ഒരുപോലെ തന്നെ കുറേ മുട്ടുകളുണ്ടാവും. അങ്ങനെയാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെയ്ത് കൊടുത്തത്. നിങ്ങൾ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം. അപ്പോൾ അങ്ങനെ പ്രൂൺ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്കതിൻ്റെ നല്ല റിസൾട്ട്. പിന്നെ നമ്മുടെ അതിലുള്ള പഴുത്ത ഇലകൾ, മുരടിച്ച ഇലകൾ, കറുത്ത കമ്പുകൾ എല്ലാം കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് ഇനിയിപ്പോൾ ഈ റോസ ഉണ്ടോ മേളിലോട്ട് നല്ല പൊക്കത്തി വളർന്നതുകൊണ്ട് തന്നെ കുറച്ച് ഹാർഡ് പ്രൂണിങ് ആണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് റോസയ്ക്ക് വലിയ പൊക്കമൊന്നും ഇല്ലെങ്കിൽ സോഫ്റ്റ് പ്രൂണിങ് ചെയ്താൽ മതി. ഞാനിത് ഹാർഡ് പ്രൂണിങ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഹാർഡ് പ്രൂണിങ് ചെയ്ത് കഴിയുമ്പോൾ കുറഞ്ഞ് വളർന്ന് പോകാതിരിക്കാനായിട്ട് ഹാർഡ് പ്രൂണിങ് ചെയ്ത് താഴെ നിന്ന് പല മുകളങ്ങളായിട്ട് വന്നിട്ട് അതിലെല്ലാം നല്ലപോലെ മുട്ടുകളും പുതിയ ഇലകളെല്ലാം ഒരുപാട് വരാൻ തുടങ്ങും. അപ്പോൾ എന്താണ് ഞാൻ ഇതുപോലെ കണ്ട കുറേ ഒത്തിരി ഹാർഡ് പ്രൂണിങ് അല്ല, തീരെ ഹാർഡ് പ്രൂണിങ് അല്ല, ഞാൻ കുറച്ച്, അതായത് നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ ഒരു ലെവലിലാണ് എല്ലാം ചെയ്തു കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കതിൻ്റെ ഒരുപാട് തളർപ്പുകൾ അതിലിപ്പോൾ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇലകളൊക്കെ മുരടിച്ച ഇലകളോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, എല്ലാം കട്ട് ചെയ്ത് ഒഴിവാക്കുക. നമ്മളതൊന്നും വിചാരിക്കേണ്ട, നല്ലപോലെ കട്ട് ചെയ്ത് ഒഴിവാക്കുക. എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയൊരു സംഭവമാണിത്. ഞാൻ എപ്പോഴും ചെയ്ത് കൊടുക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാം. എന്നിട്ട് എല്ലായിടത്തും ഇതുപോലെ മഞ്ഞൾപ്പൊടി, ഞാൻ സാഫിനെക്കാട്ടി കൂടുതൽ മഞ്ഞൾപ്പൊടിയാണ് തേച്ച് വെക്കുന്നത് കേട്ടോ. എന്നിട്ട് മൊത്തം ആ കട്ട് ചെയ്ത ഭാഗത്തും ചിലതിൽ കറുത്ത കമ്പുകളൊക്കെ വന്നിട്ട് അതെല്ലാം കട്ട് ചെയ്തിട്ട് ആ ഭാഗത്തും ഇലകളൊക്കെ കറുത്ത ഇലകളും മഞ്ഞ ഇലകളും എല്ലാം പറിച്ച് കളഞ്ഞു. അതുപോലെ തന്നെ താഴത്തെ ആ ഒരു ബഡ് ചെയ്ത ആ ഭാഗം മുതൽ താഴോട്ടെല്ലാം ഞാൻ ഇതുപോലെ മഞ്ഞൾപ്പൊടി തേച്ച് വെച്ച് എപ്പോഴും ഞാൻ പ്രൂൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെ തേച്ച് വെക്കുക കേട്ടോ. ഇനി നമുക്ക് എങ്ങനെയാണ് നല്ലൊരു വളം ഉണ്ടാക്കി കൊടുക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാൻ സവോളയുടെ തൊലിയാണ് എടുത്തേക്കുന്നത്. ഉള്ളിത്തൊലിയോ സവോള തൊലിയോ എന്തുമാകും കേട്ടോ. ഇത് ഇങ്ങനെ തന്നെയാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ. ഇങ്ങനെ തന്നെ കൊടുക്കണം, ഞാൻ ഇങ്ങനെ തന്നെയാണ് കൊടുക്കാറ്. അപ്പോൾ ഓരോ രീതിയിലും കൊടുക്കാറുണ്ട്, അതിൻ്റെ ഒരു രീതിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് എൻ്റെ പാത്രത്തിൽ, അപ്പോൾ നമ്മളൊരു പാത്രം എടുക്കും. ഇതുപോലെ തൈരിൻ്റെ, നമുക്ക് വീട്ടിലൊക്കെ തൈരിൻ്റെ ഡബ്ബകളോ അടപ്പുള്ള പ്ലാസ്റ്റിക് പാത്രങ്ങളൊക്കെ വരത്തില്ലേ, അതൊക്കെ ഉപയോഗിച്ചാൽ മതി. എപ്പോഴും ശ്രദ്ധിക്കുക, അടച്ച് വെക്കുമ്പോഴത്തേനും ഈ പ്രാണികളുടെ ശല്യം ഉണ്ടാവരുത്. പ്രാണി കയറിയതിന് അത് ശരിയാവത്തില്ല. അതുകൊണ്ട് അടച്ച് വെക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനകത്തേക്ക് കഞ്ഞിവെള്ളമോ അരി കഴുകിയ വെള്ളമോ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ വെറും പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്, ഏതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാനിപ്പം ഈ സമയത്ത് എനിക്ക് കഞ്ഞിവെള്ളം കിട്ടിയില്ല, അതുകൊണ്ട് ഞാനിപ്പം പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിത് 2 ദിവസം നന്നായിട്ട് പുളിപ്പിക്കാൻ വെച്ചു. പുളിപ്പിക്കാൻ വെച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ നല്ല പുളിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് അരിച്ചെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഒന്നുകൂടെ പുളിപ്പിക്കാൻ പോകണം. അതിനകത്ത് വേറെ 2 സാധനം കൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക.
എന്നിട്ട് ഞാനത് ഇത്രയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ ഇനിയും ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കടലപ്പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്കുമാണ് കേട്ടോ. അപ്പോൾ ഈ രണ്ട് സംഭവങ്ങളും നമ്മുടെ ചെടികൾക്ക് ഏറ്റവും നല്ലതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പം കടലപ്പിണ്ണാക്ക് കുറേശ്ശെ വീതം രണ്ടും കൂടെ ഒരു ചെറിയ ചിരട്ട നിറച്ചുണ്ടാവും കേട്ടോ, അത്രേ ഉള്ളൂ. അപ്പോൾ അതിനകത്തോട്ട് ഞാൻ വീണ്ടും നമ്മുടെ ആ ഒരു ഉള്ളിത്തൊലി ഇട്ട് വെച്ച വെള്ളം ഒഴിച്ചു വെക്കുകയാണ് കേട്ടോ. ഇത് 2 ദിവസം പുളിപ്പിക്കാൻ വെച്ചതിന് ശേഷം വീണ്ടുമാണ് ഈ കടലപ്പിണ്ണാക്കും അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്കും ശകലം വീതം ഇട്ട് കൊടുക്കുന്നത്, ഓരോ കൈപ്പിടി വീതം എന്ന് പറയാം. എന്നിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഇനി ഒരു 3 ദിവസം കഴിഞ്ഞ് നന്നായിട്ട് പുളിപ്പിച്ചെടുത്തിട്ടുണ്ട്. 3 ദിവസം കഴിഞ്ഞപ്പോൾ നന്നായിട്ട് പുളിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് ഇനിയിപ്പോൾ അരിക്കൊന്നും വേണ്ട, ഇതിന് ഒരു ബക്കറ്റിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിനകത്തേക്ക് നമുക്കിനി ഒരു 5 ലിറ്റർ വെള്ളം കൂടെ ചേർക്കാം. 5 ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്യണം. അപ്പോൾ എപ്പോഴും നേർപ്പിച്ചേ കൊടുക്കാവുള്ളൂ. നേർപ്പിച്ച് കൊടുത്താൽ മാത്രമേ നമുക്ക് ആ ഒരു കറക്റ്റ് റിസൾട്ട് കിട്ടത്തുള്ളൂ. നല്ലവണ്ണം നല്ലപോലെ പൂക്കളുണ്ടാവുന്ന പുതിയ തളിർപ്പുകളുണ്ടാവുന്ന ഒക്കെ ഒരു നല്ലൊരു ഫെർട്ടിലൈസറാണ് കേട്ടോ. അപ്പം ഞാൻ ഈ പറഞ്ഞ പ്രകാരം തന്നെ നിങ്ങളിത് ചെയ്ത് കൊടുക്കണം. എല്ലാ റോസാ ചെടിക്കും കൊടുക്കാം, എല്ലാ പൂക്കളുണ്ടാകുന്ന ചെടികൾക്കും കൊടുക്കാം. പ്രത്യേകിച്ച് പ്രൂണിങ്ങിന് ശേഷം ഒന്ന് കൊടുത്തു നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് അതിൽ പുതിയ തളിർപ്പ് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാനിപ്പം ഇത് പ്രൂൺ ചെയ്തതിന് ശേഷം ഒന്ന് ഉണ്ടാക്കി കാണിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇതിന് നമ്മൾ 1 കപ്പ് വീതം രാവിലെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് ഇത് പ്രൂണിങ്ങിന് ശേഷം നമുക്കിത് വെയിലത്തോട്ട് തന്നെ വെക്കാം, തണലത്തോട്ടൊന്നും വെക്കേണ്ട ആവശ്യമില്ല. മഴയുള്ള സമയത്ത് മാത്രമാണ് ഇതുപോലെ മഞ്ഞൾപ്പൊടി ഇതൊക്കെ പുരട്ടി കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മളൊന്ന് മഴയില്ലാത്തടത്തോട്ട് മാറ്റി വെക്കുന്നത്. ഇപ്പം ഞാൻ ഇതിന് ശേഷം ഞാൻ വെയിലത്തോട്ട് തന്നെയാണ് വെക്കുന്നത്. കമ്പുകളൊന്നും കറുത്തു പോകത്തില്ല മഞ്ഞൾപ്പൊടി തേച്ചുകൊണ്ട് തന്നെ. അപ്പോൾ ഇത് ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ ഇതിലിപ്പോൾ തന്നെ തളിർപ്പ് വരാൻ തുടങ്ങിയിട്ടുണ്ട്, പുതിയ തളിർപ്പ് വന്നിട്ട് ഇതുപോലെ ആ റോസ് തന്നെയാണിത്. നേരത്തെ പൂക്കൾ വന്ന പോലെ ഇതിൽ ഇരട്ടി പൂക്കൾ വരുന്ന കാണാൻ സാധിക്കും. അപ്പോൾ എന്തായാലും പൂക്കൾ വന്നതിന് ശേഷം ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണിക്കുന്നതായിരിക്കും. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ചെയ്തു നോക്കാൻ മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.